മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി ഡോക്ടർ കെ.വി. വിശ്വനാഥന് സ്ഥിരം നിയമനം നൽകാനുള്ള നീക്കം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് പരാതി. സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് നിയമന നീക്കമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഡോക്ടർ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശവും അട്ടിമറിച്ചുവെന്നും ആക്ഷേപം. നിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ചാർജുള്ള ഭരണപരമായ തസ്തികയിൽ അധികം ജോലി ചെയ്യാത്ത കെ.വി. വിശ്വനാഥനെ DME ആയി നിയമിക്കാനാണ് സർക്കാർ നീക്കം. വിവരങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, എന്താണ് ഈ ഒരു അട്ടിമറി നിയമനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ? എന്താണ് ഇതിൽ വിശദമായി തന്നെ? ഡോക്ടർ കെ.വി. വിശ്വനാഥന് ഭരണപരമായ, അതായത് സൂപ്രണ്ട് പദവിയോ പ്രിൻസിപ്പൽ പദവിയോ അത്രയധികം വഹിച്ച ഒരാളല്ല. ഇടയ്ക്കൊരു കാലത്ത് കുറച്ചുനാൾ ഡെപ്യൂട്ടി സൂപ്രണ്ടായി ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ അത്രയധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ലിസ്റ്റ്, സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് 6ാമത്തെ പേരായിരുന്നു. അപ്പോൾ ഈ റിസർച്ച് കമ്മിറ്റി, DME നിയമിക്കുന്നതിന് വേണ്ടിയുള്ള റിസർച്ച് കമ്മിറ്റി കൂടിയപ്പോൾ 6 പേരുടെ പേരാണ് ആ കമ്മിറ്റി ചോദിച്ചത്. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരായിരുന്നു. ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കെ.വി. വിശ്വനാഥനൊപ്പം പഠിച്ച ആളാണ്. അപ്പോൾ ആ സൗഹൃദം കൂടി മുതലെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ വെർട്ടിക്കൽ സീനിയോറിറ്റി എന്ന് പറയുന്നത് എന്ന് മുതലാണോ ജോലിയിൽ പ്രവേശിച്ചത്, അതും ഒപ്പം തന്നെ ഭരണപരമായ കാര്യങ്ങളിലുള്ള എക്സ്പീരിയൻസും, ഇത് രണ്ടുമാണ് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് 6ാം പേരുകാരനായ ഡോക്ടർ കെ.വി. വിശ്വനാഥന് ചുമതല നൽകിക്കൊണ്ട് ആദ്യം ഉത്തരവിറക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ DME ആയി സ്ഥിര നിയമനത്തിനുള്ള നീക്കം നടക്കുന്നു. ഇതിനെതിരെ ഡോക്ടർ നിഷ, തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിഷ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ വെർട്ടിക്കൽ സീനിയോറിറ്റി പാലിക്കാതെ നിയമനം നടത്തരുത് എന്നുള്ളത്. അതും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപ് തന്നെ ജോയിന്റ് DME ആയിരുന്ന ഒരു വ്യക്തി കോടതിയിൽ നിന്ന് വെർട്ടിക്കൽ സീനിയോറിറ്റി പാലിക്കണമെന്നുള്ള വിധി വാങ്ങിയിട്ടുണ്ട്. ആ വിധി അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ വിശ്വനാഥന് DME ആക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് മാത്രവുമല്ല, ഇപ്പോൾ DME ഇൻചാർജ് ആയ ഡോക്ടർ കെ.വി. വിശ്വനാഥന് ആഴ്ചയിൽ ഒരു ദിവസം ശസ്ത്രക്രിയ ചെയ്യാൻ, അദ്ദേഹം സർജറി വിഭാഗം പ്രൊഫസർ കൂടിയാണ്. അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ കൂടാതെ തന്നെ ആശുപത്രിയിലെ ചികിത്സയ്ക്കായി ഒരു ദിവസത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ഉത്തരവും സർക്കാർ ഇറക്കി. അതിന് ഡോക്ടർ കെ.വി. വിശ്വനാഥൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്, തനിക്ക് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ക്ലിനിക്കൽ എക്സ്പോഷറിന് വേണ്ടിയിട്ടുമാണ് താൻ ഒരു ദിവസത്തെ ഇടവേള ചോദിച്ച് ഈ ചികിത്സയ്ക്കായി വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ മുൻപ് അനുവദിച്ചതായി ഒരു രേഖകളുമില്ല. അപ്പോൾ ഡോക്ടർ കെ.വി. വിശ്വനാഥിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ സർക്കാർ അനധികൃതമായി ചെയ്യുന്നു, അനധികൃത നിയമനം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണവും. ഈ കേസാണ് ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നത്. പ്രവീണ, ഈ കെ.വി. വിശ്വനാഥിന്റെ സർവീസിലുടനീളം ഇത്തരം പരിഗണനകൾ മറ്റെന്തെങ്കിലും ലഭിച്ചതിന്റെ കാര്യങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്തുണ്ടോ? എന്താണ് ഇതിലേക്ക്, ഇത്രയും പരിഗണനയിലേക്ക് ഇദ്ദേഹത്തെ നയിക്കാൻ ആരാണ് ഇതിന്റെ പിന്നിൽ ഉള്ളതെന്നും എത്രത്തോളം സപ്പോർട്ട് ഇദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇതിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നത് ഇദ്ദേഹവും ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകും ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം മുതലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതുവരെ 1983 മുതൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും സീനിയറായ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ഈ സ്ഥാനത്തേക്ക്, DME സ്ഥാനത്തേക്ക് നിയോഗിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഇതിനിടെ തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്ന വളരെ സീനിയറായ ഡോക്ടർ N. അശോകൻ സ്വയം വിരമിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. സ്വയം വിരമിക്കലിന് ഇപ്പോൾ സർക്കാർ അനുമതി കൊടുക്കാത്ത സാഹചര്യത്തിലും അദ്ദേഹം സ്വയം വിരമിക്കൽ വാങ്ങി പോവുകയുണ്ടായി. വ്യക്തിപരമായ കാരണങ്ങളാണ് തന്റെ വിരമിക്കലിന് കാരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പട്ടികയിൽ, DME പരിഗണിക്കപ്പെടുന്ന പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ പരിഗണന ഉണ്ടാകില്ല എന്ന് കണ്ടുകൂടിയാണ് അദ്ദേഹം പോയത് എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ വിശ്വനാഥനെ നിയമിച്ചാലുള്ള ഒരു പ്രശ്നം കൂടി വരുന്നത്, വളരെ സീനിയറായ പലർക്കും ഈ പദവിയിൽ വരാൻ കഴിയാതെ റിട്ടയർ ആയി പോകേണ്ട അവസ്ഥ കൂടി ഉണ്ടാകും. സർക്കാരിന് വേണ്ടപ്പെട്ട, സർക്കാരിന്റെ പല അന്വേഷണങ്ങളിലും അന്വേഷണ കമ്മീഷനായിരുന്നു, അതിന്റെയൊക്കെ തലവനായി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു. അപ്പോൾ സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സർക്കാരിന് അടുപ്പമുള്ള ഒരാളിനെ സർക്കാരിന് വേണ്ടപ്പെട്ട പദവിയിൽ നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. ശരി പ്രവീണ, അതിലെ ശരി തെറ്റുകൾ എന്താണെങ്കിലും കോടതി തീരുമാനിക്കട്ടെ. കാര്യം കോടതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേവലമുള്ള പരിചയവും ഇത്തരമുള്ള കാര്യങ്ങളുമൊക്കെ ഈ സർവീസിലെ ഇത്ര വലിയൊരു നിയമ ലംഘനത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേർക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. PR പ്രവീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.